ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് CPM ചർച്ചയില്ലാതെ ഒപ്പിട്ടത് തെറ്റായിപ്പോയി. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും ഇടതുമുന്നണിയിലും ചർച്ച നടത്തിയിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അത് വീഴ്ചയാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞു. വിവരങ്ങളുമായി VV അരുൺ, വീഴ്ചയാണെന്ന് സമ്മതിക്കുകയല്ലാതെ മറ്റ് വഴിയുമില്ല എന്നൊരവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പരസ്യമായ വീഴ്ച സമ്മതിക്കലെന്ന് തോന്നുന്നു. പക്ഷേ മുന്നണിയിൽ ചർച്ച നടത്തിയിട്ടില്ല, മന്ത്രിസഭയിലും ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെ സെക്രട്ടറി പറയുകയല്ലേ? തീർച്ചയായിട്ടും മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്തില്ല എന്ന് ഏറ്റുപറയുകയാണ്, അതിൽ വീഴ്ച ഉണ്ടായെന്ന് ഏറ്റുപറയുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവർത്തിച്ചുള്ള ചോദ്യം അദ്ദേഹത്തോട് ഈ കരാറിനെ പറ്റി സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്രട്ടറി അംഗങ്ങളും മന്ത്രിമാരും ഒക്കെ അറിഞ്ഞു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്, പൂർണ്ണാർത്ഥത്തിൽ മുന്നണിയും മന്ത്രിസഭയും ചർച്ച ചെയ്തില്ല, അത് വീഴ്ച തന്നെയാണ്. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു CPM നേതാവ് ഈ വീഴ്ച തുറന്ന് സമ്മതിക്കുന്നത്. വീഴ്ച സംബന്ധിച്ച് തന്നെയാണ് ആ കരാർ മരവിപ്പിക്കാൻ CPM സർക്കാരുമൊക്കെ തീരുമാനമെടുത്തത് എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ രീതിയിൽ തുറന്നു പറയുന്നത് ആദ്യമാണ്. അതിനുശേഷമാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. ഇടതുമുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ തന്നെ ഈ PMC വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ മുന്നണി കൺവീനർ ആമുഖമായി തന്നെ പറഞ്ഞത്, മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്, ഈ വിഷയം പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ ചർച്ചകൾ നടക്കട്ടെ. ആ ചർച്ചകൾ നടന്ന റിപ്പോർട്ട് വന്ന ശേഷം അത് ആ റിപ്പോർട്ട് വിശദമായി തന്നെ മുന്നണി യോഗത്തിൽ സമർപ്പിക്കുകയും അവിടെ വിശദ ചർച്ചകളിലേക്ക് പോകാമെന്ന മുന്നണി കൺവീനർ പറയും. അതോടുകൂടി PMC സംബന്ധിച്ച് മറ്റ് ചർച്ചകൾ ഇടതുമുന്നണി യോഗത്തിലുണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും മറ്റുമാണ് ഇതിൽ ചർച്ച ചെയ്ത് പോയത്. പക്ഷേ PMCയിൽ വീഴ്ചയുണ്ടായെന്ന് MV ഗോവിന്ദൻ സമ്മതിക്കുന്നു. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ TP രാമകൃഷ്ണൻ ആവർത്തി ചോദിച്ചിട്ടും ഇപ്പോൾ ആ വിഷയത്തിൽ പ്രതികരിക്കാറൊന്നുമില്ല. അത് റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. അദ്ദേഹം മുന്നണി യോഗത്തിൽ സ്വീകരിച്ച നിലപാട് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പ്രതികരണമായി പറഞ്ഞത്. ഏതായാലും PMC വിവാദത്തിൽ ഇനി തുടർ നീക്കങ്ങളും നടപടികളും അധികം ഉടൻ ഉണ്ടാകില്ല. അത് മുന്നണി സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ ഉണ്ടാകൂ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് തന്നെ PMCയിൽ കൂടുതൽ ചർച്ചകൾക്കുള്ള അവസരം CPM ഉണ്ടാക്കില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെ അറിയിക്കേണ്ട ഈ കരാർ ഫ്രീസ് ചെയ്യണമെന്ന MOU ഫ്രീസ് ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ വൈകാതെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കും. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ശ്രീജ, അരുൺ, ഈ LDFന്റെ ചില തീരുമാനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഈ മന്ത്രിസഭ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിനു ശേഷമേ PM ശ്രീ വിഷയം ചർച്ച ചെയ്യുകയുള്ളൂ. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക തയ്യാറാക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകിയതായും അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇടതുമുന്നണി ഐക്യത്തോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് എന്ന് തീരുമാനമായിരിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. ചിലയിടത്തൊക്കെ അന്തിമഘട്ടത്തിലാണ്. നവംബർ 5 മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി ഒരു പ്രകടന പത്രിക തയ്യാറാക്കും. ആ പ്രകടന പത്രിക തയ്യാറാക്കാൻ ഒരു സബ് കമ്മിറ്റിക്ക് മുന്നണി യോഗം രൂപം നൽകി. അത് എല്ലാ പാർട്ടികളുടെയും ഘടകകക്ഷികളുടെ എല്ലാവരുടെയും മുന്നണിയിൽ അംഗങ്ങളായ എല്ലാ ഘടകകക്ഷികളും ഓരോ അംഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കുക. LDF കൺവീനറാണ് പ്രകടന പത്രിക കമ്മിറ്റിയുടെ ചെയർമാൻ. 15-ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ഈ പ്രകടന പത്രിക കമ്മിറ്റി ചേരും. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതിനൊപ്പം തന്നെ ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളും ഉയർത്തിക്കാട്ടിയാകും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതുതന്നെ വലിയൊരു നേട്ടമായി സർക്കാർ എടുത്തു കാണിക്കും. ഇപ്പോൾ ഗവർണറുടെ അംഗീകാരം ലഭിച്ച ഏക കിടപ്പാടം സംരക്ഷണ ബില്ല്, അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ തീരുമാനമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ഇന്നലെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച ആ നേട്ടം ഉയർത്തിക്കാണിക്കും. അതിനൊപ്പം തന്നെ ഇനി മുക്ത മാത്രമാണ് സംസ്ഥാനമായത്. ദരിദ്രർ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട്. ആ ദരിദ്രരെ കൂടി ഇല്ലാതാക്കി, ദാരിദ്ര്യം കൂടി ഇല്ലാതാക്കി ദരിദ്രരെയും മറ്റ് ജനസമൂഹത്തിനൊപ്പം എത്തിക്കാനുള്ള ശ്രമമാകും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുക. അത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കും. SCRനെതിരെ 5-ാം തീയതി സംസ്ഥാന സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതിന് തീരുമാനത്തിനൊപ്പം നിൽക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനമെടുത്തു. അതിനൊപ്പം തന്നെയാണ് ഈ SIRൽ നിയമ പോരാട്ടത്തിനുള്ള വഴികളും എത്രത്തോളം നിയമ സാധ്യതയുണ്ടെന്ന് തേടാനും മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജ, ശരി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.